ഇപ്പോൾ ശ്രീ കെ വി തോമസ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിക്കുന്നു. അതിലേക്ക് ഇതിലേക്ക് പോർട്ട് വരുന്നത് മാത്രമല്ല, ഡ്രഡ്ജിങ് ഓപ്പറേഷന് വലിയ ബാധ്യത വന്നു. അപ്പോൾ അന്നത്തെ പോർട്ടർ ചെയർമാൻ രാമേന്ദ്രനാണ്, ഞാൻ അറിയും. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ ടീമിലുള്ള ആളാണ്, SPGയിൽ. അപ്പോൾ രാമേന്ദ്രൻ പറഞ്ഞു, പക്ഷേ ഞാനല്ല, ഇത് തീരുമാനിക്കുന്ന പ്രൈം മിനിസ്റ്റർ ഓഫീസാണ്. ഇങ്ങനെ ഞാൻ PM കണ്ടു. നമ്മൾ ഇങ്ങനത്തെ ആശങ്കകളൊക്കെ ഉണ്ട്. പോർട്ട് ഒരു നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ദുബായ് പോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതയായിട്ട് തീരുമോ നമുക്ക്? അദ്ദേഹം പറഞ്ഞു, നമ്മളും ദുബായുമായിട്ട് നല്ല ബന്ധമാണ്, ആ ബന്ധം നമുക്ക് തകർക്കാൻ കഴിയില്ല. പ്രൊഫസർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഈ ഡ്രഡ്ജിങ് ഓപ്പറേഷൻ വരുന്നത് വലിയ ബാധ്യതയായിട്ട് മാറാൻ പോവുകയാണ്, അതുകൂടി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നമുക്കത് ആ ബന്ധങ്ങൾ, അപ്പോൾ ആ അന്തർദേശീയ ബന്ധങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെയാണ് കൊച്ചിൻ മെട്രോ വരുമ്പോൾ അന്നത്തെ മന്ത്രി കമൽനാഥിനും ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനും ആ പ്രോജക്റ്റിനോട് താല്പര്യമില്ല. അവരോട് സഹായിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മെട്രോമാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് AK ആൻ്റണിയും വയലാറിയും ഞാനും കൂടി ഒരു സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞ് സഹായിക്കണം. കമൽനാഥുമായിട്ട് വയലാറിക്ക് നല്ല ബന്ധമുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ടാണ് അതിനൊരു സഹായം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ തീരുമാനങ്ങൾ എടുക്കാനും അതിൻ്റെ സാമ്പത്തിക സ്രോതസ് അംഗീകരിക്കാനും ഒരു തീരുമാനം. അതുപോലെ കൊച്ചിൻ റിഫൈനറിയുടെ വലിയൊരു എക്സ്പാൻഷൻ പ്രോജക്റ്റിന് അപ്രൂവൽ കൊടുത്തത് അദ്ദേഹമാണ്. ഷിപ്പ്യാർഡ് ഓർഡർ ഇല്ലാതൊരു ക്രൈസിസിൻ്റെ സന്ദർഭത്തിൽ ഡിഫൻസിൻ്റെ ഓർഡറുകൾ ഒരു പരിധിവരെ കൊച്ചിൻ ഷിപ്പ്യാർഡ് കിട്ടുന്നതിന് അന്നത്തെ ഡിഫൻസ് മന്ത്രിയാണ് AK ആൻ്റണിയും സഹായിച്ചിട്ടുണ്ട്. FICT പുട്ടപ്പെട്ട് പോകുന്ന സമയത്ത് ഒരു സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും ഒരു പാക്കേജ് ഉണ്ടാക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. അതുപോലെ നമ്മുടെ വൈപ്പിൻ ഗെയിൽ പ്രോജക്റ്റ് ആദ്യം ക്യാബിനറ്റ് ഫയൽ വരുമ്പോൾ ഗുജറാത്തിലേക്ക് മാത്രമായിരുന്നു ഗെയിൽ. അപ്പോൾ ഞാൻ വയലാർജിയോടും AKയോടും പറഞ്ഞ് നമുക്കും വേണമല്ലോ, ഇത് പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ്. അങ്ങനെ ഗെയിൽ പ്രോജക്റ്റ് അപ്രൂവ് വരുന്നു. പക്ഷെ ഗുജറാത്ത് മുന്നോട്ട് പോയാലും കൊച്ചി പോയില്ല. അതിനുശേഷം വന്ന മുഖ്യമന്ത്രിമാരോട് അദ്ദേഹം ചോദിക്കും, എന്താ പറ്റി, നടക്കുന്നില്ലല്ലോ. പക്ഷെ ഇപ്പോൾ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വ്യക്തതയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്ത് ചിരിച്ചുകൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി പറയുകയും ചെയ്യും. നിലയിലൊരു പ്രതിപക്ഷ കക്ഷികളോടക്കം അല്ലേ അങ്ങനെ